നമ്മുടെ നാട്ടിൽ ഒരു പ്രസവത്തിന് സാധാരണ എത്ര ചിലവ് വരും? ഒരു 50,000 രൂപയൊക്കെ സാധാരണ നോർമൽ ഡെലിവറിക്ക് ചിലവായിട്ട് വരുന്നത് അല്ലേ? പക്ഷെ കുട്ടി NICUവിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ 50,00,000 രൂപ വരെയൊക്കെ ചിലവ് വരാം. അപ്പോൾ കയ്യിൽ നിന്ന് പണം പോവാതെ തന്നെ ഡെലിവറി സമയത്ത് നമുക്ക് എല്ലാ ചികിത്സയും കവർ ചെയ്യുന്ന ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. ഓൾറെഡി പ്രഗ്നൻ്റ് ആയവരും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിക്കാൻ പോകുന്നവർക്കുമെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്താണെന്നുള്ളത്. ഇതിനു വേണ്ടി മെറ്റേണിറ്റി കവറേജ് ഉള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസ്. ഇത് പ്രസവത്തിന് മുമ്പേ എടുക്കുകയാണെങ്കിൽ 1,00,000 മുതൽ 2,00,000 രൂപ വരെ കവറേജ് ലഭിക്കും. കൂടാതെ കുട്ടിക്ക് NICU ചിലവുകൾ വന്നു കഴിഞ്ഞാൽ അതും ഈ പ്ലാനിലൂടെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ മറ്റൊരു ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തുക ഒന്നിച്ചടക്കേണ്ടതായിട്ടില്ല. മറിച്ച് മാസം തോറും കുറഞ്ഞൊരു തുക EMI ആയിട്ട് അടച്ചാൽ മതിയാവും. ഇത്തരം പ്ലാനുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റിലും ലിങ്ക് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്താലും നമുക്കൊരു ലിങ്ക് കിട്ടും. ഇതൊരു എക്സ്ക്ലൂസീവ് പ്ലാനാണ്. ഓൾറെഡി പ്രഗ്നൻ്റ് ആയവർക്ക് പോലും കേവലം ഒരു 3 മാസത്തെ വെയിറ്റിംഗ് പീരീഡിൽ പോളിസി എടുക്കാനായിട്ട് ഇതിലൂടെ പറ്റും. അതായത് നിങ്ങൾ 5-6 മാസം പ്രഗ്നൻ്റ് ആണെങ്കിൽ പോലും ഈ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ 50,000 രൂപ വരെ ഫിക്സഡ് ബെനിഫിറ്റ് ലഭിക്കുന്ന പ്ലാനുകൾ അവിടെ കാണാനായിട്ട് കഴിയും. ഈ ലിങ്ക് വഴി അത് വളരെ വേഗത്തിൽ എടുക്കാനായിട്ട് പുറത്തൊക്കെ അന്വേഷിച്ചാലും അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ടാണ് ആ ഒരു ലിങ്ക് ഞാൻ കൊടുത്തത്. കൂടാതെ ഒരു 3 വർഷത്തേക്ക് ഒന്നിച്ച് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കൂടുതൽ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും. ഇതിനായിട്ട് വലിയൊരു തുക ചിലവാകേണ്ടതില്ല. മാസം തോറും ചെറിയൊരു തുക അടച്ചാൽ മതി. 1 കോടി രൂപയുടെ കവറേജുള്ള സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ഇതിനോടൊപ്പം ലഭിക്കും. ഇപ്പോൾ പല അസുഖങ്ങൾക്കും ICUവിലൊക്കെ അഡ്മിറ്റായ 60,00,000 രൂപ വരെയൊക്കെ ചിലവുകൾ വരാറുണ്ട്. അതുകൊണ്ട് ഈ പ്ലാൻ എടുക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബം മുഴുവൻ ഒരു 3 വർഷത്തേക്ക് സുരക്ഷിതമാവും. കൂടാതെ 1 കോടി വരുന്ന കവറേജ് തുക ഒരു വർഷത്തിൽ തന്നെ എത്ര വട്ടം വേണമെങ്കിലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും. റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് വഴിയാണ് ഇത് ലഭിക്കുന്നത്. ഉദാഹരണത്തിന് 3 വർഷത്തേക്ക് ഏകദേശം 50,000 രൂപ ആണ് പ്രീമിയം വരുന്നതെങ്കിൽ പ്രസവ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏകദേശം 50,000 രൂപ തിരികെ ലഭിക്കും. ഫലത്തിൽ നിങ്ങൾക്ക് 3 വർഷത്തേക്ക് 1 കോടി രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത്. അല്ലേ? ഇത് വളരെ ലാഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പ്ലാന് ഇനി എത്ര കാലം ഉണ്ടെന്ന് ശരിക്കും പറയാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എടുത്തു വയ്ക്കുന്നതാണ് നല്ലത്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗുണം പ്രയോജനപ്പെടുത്തുക. ഈ ഒരു പ്ലാനിന് തന്നെ മറ്റു പല പ്രത്യേകതകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ ഏത് റൂം നമ്മുടെ ഇഷ്ടമനുസരിച്ച് റൂം തിരഞ്ഞെടുക്കാൻ പറ്റും. കാരണം റൂം റെൻറ്റ് ലിമിറ്റഡ് ഇല്ല. പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ഇവിടെ കവർ ആകുന്നുണ്ട്. അതായത് ട്രീറ്റ്മെൻറ്റിന് മുമ്പുള്ള സ്കാനിങ്ങും അതിനുശേഷമുള്ള ഫോളോ അപ്പും എല്ലാം ഇതിൻ്റെ അകത്ത് കവറാവും. പ്രീ ഹോസ്പിറ്റലൈസേഷന് 90 ദിവസം വരെയും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ 180 ദിവസങ്ങൾ വരെയും കവറാകുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. മുമ്പത്തെ ട്രീറ്റ്മെൻറ്റും അതിനുശേഷമുള്ള ട്രീറ്റ്മെൻറ്റും കവറേജ് ആവും. അല്ലേ? നല്ലൊരു കാര്യമാണ്. പിന്നെ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാതെ ചില ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ചിലവുകളും ഇതിൽ കവറാവും. ഇനി പ്രായമായ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ വീട്ടിൽ വെച്ച് തന്നെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് 15,00,000 രൂപ വരെ കവർ ഇതിലൂടെ ലഭിക്കും. ഇനി ആംബുലൻസ് സേവനം ആവശ്യമുണ്ടെങ്കിൽ 15,00,000 രൂപ വരെ കവറേജും ലഭിക്കും. നിങ്ങൾ പോളിസി കറക്റ്റ് സമയത്ത് റിന്യൂ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ക്ലെയിം ഒന്നും ചെയ്യാതിരുന്നാലോ ഒരു റിവാർഡ് പോലെ പ്രീമിയത്തിൽ ഡിസ്കൗണ്ടുകളും ഇതിലൂടെ ലഭിക്കും. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളത് 90 ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ കുട്ടിയെ പോളിസിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റൂ. അതും അഡീഷണൽ പ്രീമിയമാണ് നൽകണം. പക്ഷേ ഇവിടെ പ്രസവ സമയത്തെ കൺസൾട്ടേഷൻ മുതൽ പ്രസവാനന്തര സമയത്തെ തെറാപ്പികൾ വരെ കവറാകുന്ന ഒരു കോംപ്രിഹെൻസീവ് മെറ്റേണിറ്റി പ്ലാനാണ് ഞാൻ ഈ പറഞ്ഞത്. ഓൾറെഡി പ്രഗ്നൻ്റ് ആയ ആളുകൾക്ക് ഇതെന്തായാലും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവർക്ക് 1 മുതൽ 2 വർഷമൊക്കെ വെയിറ്റിംഗ് പീരീഡുള്ള പ്ലാനുകൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുട്ടികൾക്ക് 1-ാം ദിവസം മുതൽ 90-ാമത്തെ ദിവസം വരെ കവറേജ് കിട്ടുന്ന രീതിയിൽ ആഡ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത്തരത്തിൽ കുട്ടികൾക്ക് ഒരു 50,000 രൂപയുടെ കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഇപ്പോൾ ഉണ്ട്. പ്രഗ്നൻസിക്ക് 50,000 രൂപയുടെ ഫിക്സഡ് എമൗണ്ട് കിട്ടുന്നത് കൂടാതെയാണ് ഇത്. പ്രസവത്തിന് മുമ്പ് ശേഷവുമുള്ള ചെക്കപ്പുകൾക്കും മറ്റ് ഹോസ്പിറ്റൽ ചെലവുകൾക്കും 50,000 രൂപ കൂടി അഡീഷണൽ കവറേജും ഇതിലൂടെ ലഭിക്കും. അപ്പോൾ എന്തുമാത്രം അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഏത് പ്ലാനാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കുക. കൂടുതൽ വർഷം വെയിറ്റിംഗ് പീരീഡുള്ള പ്ലാൻ എടുക്കുന്നതാണ് കുട്ടിയുടെ NICU അടക്കമുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് കൂടി, അതായത് 1-ാമത്തെ ദിവസം മുതൽ 90-ാമത്തെ ദിവസം വരെ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള പ്ലാൻ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഓൾറെഡി പ്രഗ്നൻ്റ് ആയവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഒരു 3 മാസം മാത്രം വെയിറ്റിംഗ് പീരീഡുള്ള പ്ലാൻ ഏതെങ്കിലും എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്.
ഇനി മെറ്റേണിറ്റി പ്ലാനുകൾ മാത്രമല്ല ഇതിലുള്ളത്. 400 മുതൽ 500 രൂപ മുതൽ തുടങ്ങി ധാരാളം ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. 1 കോടി രൂപ വരെയൊക്കെ കവറേജ് കിട്ടുന്ന ധാരാളം പ്ലാനുകൾ ഇതിൻ്റെ അകത്തുണ്ട്. അതും BP, ഡയബറ്റീസ്, തൈറോയ്ഡ്, ആസ്മ എന്നീ അസുഖങ്ങൾക്കൊക്കെ ഇൻഷുറൻസ് എടുത്ത് ഡേ 1 മുതൽ കവർ നൽകുന്ന പ്ലാനുകളുമുണ്ട്. അതെല്ലാം നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവരോട് തന്നെ മലയാളത്തിൽ ഒരു കോൾ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ സംശയങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇനി വീട്ടിൽ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു ഹോം വിസിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. അപ്പം നാട്ടിൽ കുടുംബമുള്ള അല്ലെങ്കിൽ നാട്ടിലേക്ക് ചികിത്സയ്ക്ക് വരുന്ന പ്രവാസികൾക്കടക്കം ഇത് പുറത്തേക്കാളും ഒരു 35% ചിലവ് കുറവിൽ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മെറ്റേണിറ്റി ഇൻഷുറൻസ് എന്തായാലും ആവശ്യമാണ്. വിവാഹം കഴിക്കാൻ പോകുന്നവരും അതുപോലെ ഓൾറെഡി കഴിച്ചവരും പ്രഗ്നൻ്റ് ആയവരും എല്ലാം ഈ പറഞ്ഞ പോളിസി എടുത്തിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു പ്രസവം കഴിയുന്ന സമയത്ത് കുറേ പണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. അതിനുള്ള ഒരു ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡിലൂടെ സ്കാൻ ചെയ്താലും നമുക്ക് പറ്റും. 25% വരെയൊക്കെ ഡിസ്കൗണ്ടും ഇതിലൂടെ ലഭിക്കുന്നതായിട്ട് കണ്ടു. ഓക്കെ, അപ്പോൾ ഇതറിയാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്കായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ഓൾ.